സുപ്രഭാതം. ദീർഘത്തിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള പുതിയ ചർച്ചകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഗ്രീസിലെ കാട്ടുതീ ദുരന്തത്തിനിടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭാ നിയമനങ്ങളെ ചുറ്റിപ്പറ്റി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളോടെ നമുക്ക് തുടക്കം കുറിക്കാം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി പുതിയ ചർച്ചകൾ തിങ്കളാഴ്ചയോടെ ആരംഭിച്ചേക്കുമെന്ന് സൂചന നൽകി. മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കെയാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണമോ ചർച്ചകൾ ഉടൻ നടക്കുമെന്ന സ്ഥിരീകരണമോ ടെഹ്റാൻ ഇതുവരെ നടത്തിയിട്ടില്ല. നിലവിലെ സംഘർഷത്തിന് ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് ട്രംപ് നേരത്തെയും പലതവണ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അത്തരം പ്രസ്താവനകൾക്ക് പിന്നാലെ വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നതാണ് പതിവ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാനിയൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാത്തതിനാൽ ഈ ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. നേരത്തെയും സമാനമായ രീതിയിൽ സംഘർഷം കുറയ്ക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും പിന്നീട് സൈനിക ആക്രമണങ്ങൾ തുടർന്നത് ഈ നീക്കങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രശ്നപരിഹാരം സാധ്യമാണെന്ന് മുൻ പ്രസിഡന്റ് ആവർത്തിക്കുമ്പോഴും ഔദ്യോഗികമായ ആശയവിനിമയങ്ങളോ ചർച്ചകൾക്കുള്ള കൃത്യമായ ചട്ടക്കൂടോ ഇല്ലാത്തതിനാൽ അന്താരാഷ്ട്ര നിരീക്ഷകർ വലിയ ജാഗ്രതയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഈ മണിക്കൂർ വരെ നയതന്ത്ര തലത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞ സമയക്രമത്തിൽ ഉന്നതതല യോഗങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിന് തെളിവുകളില്ലെന്നും വ്യക്തമാണ്. ടെഹ്റാനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നയപരമായ മാറ്റങ്ങളുണ്ടാകുമോ എന്ന് ജനത നിരീക്ഷിച്ചുവരികയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികൾക്ക് നഷ്ടപരിഹാരം നൽകാനായി നീക്കിവച്ചിരുന്ന $1.8 ബില്യൺ വിവാദ ഫണ്ട് ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ഔദ്യോഗികമായി റദ്ദാക്കി. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം സെനറ്റ് റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഞായറാഴ്ച വൈകിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബ്ലാഞ്ചിന്റെ സ്ഥിരം അറ്റോർണി ജനറൽ സ്ഥാനത്തേക്കുള്ള നിയമനം തടയുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആന്റിവെപ്പണൈസേഷൻ സംരംഭം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഫണ്ട് അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും നീതിന്യായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രസ്താവനയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സമിതി അംഗങ്ങളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ തീരുമാനമെന്ന് ബ്ലാഞ്ച് വ്യക്തമാക്കി. ഇത് നല്ല വിശ്വാസത്തോടെയുള്ള ചർച്ചകളാണെന്നും മെയ് മാസത്തിലെ RS സെറ്റിൽമെന്റ് പ്ലാൻ ഔദ്യോഗികമായി പിൻവലിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. നിയമനം തടഞ്ഞുവെച്ച പ്രധാന നിയമസഭാംഗങ്ങളിൽ ഒരാളായ ടെക്സസ് സെനറ്റർ ജോൺ കോർണിന്റെ വക്താവ് ഈ തീരുമാനം സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിയിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ സ്ഥിരീകരണ വോട്ടിംഗിന് തൊട്ടുമുമ്പാണ് ഈ നീക്കം. സെനറ്റർ കോർണിന്റെ ഓഫീസ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തെങ്കിലും നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന നോർത്ത് കരോലിന സെനറ്റർ ടോം ടില്ലിസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. നിലവിൽ നീതിന്യായ വകുപ്പിന്റെ ആക്ടിംഗ് തലവനായി പ്രവർത്തിക്കുന്ന ബ്ലാഞ്ചിന്റെ സ്ഥിരീകരണ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. ടെഹ്റാന് വേണ്ടി ഏതൻസിന് വടക്കുപടിഞ്ഞാറായി പടർന്നുപിടിച്ച വൻ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗ്രീസിൽ 2 അഗ്നിശമന ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചു. തീ അണയ്ക്കാനുള്ള വ്യോമനിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ ഞായറാഴ്ചയാണ് അപകടം നടന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. കാട്ടുതീയിൽ 100-ലധികം വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചതായാണ് വിവരം. കടുത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ വർഷം ഗ്രീസിൽ കാട്ടുതീ നിയന്ത്രിക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ ഹംഗറിയിൽ ആണവനിലയത്തിന് സമീപം കാട്ടുതീ പടർന്നതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയായി അധികൃതർ പ്ലാന്റ് അടച്ചുപൂട്ടി. പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. യൂറോപ്പിലുടനീളം കാട്ടുതീ ഉയർത്തുന്ന ഭീഷണി എത്രത്തോളമാണെന്ന് ഈ 2 സംഭവങ്ങളും വ്യക്തമാക്കുന്നു. ഹെലികോപ്റ്റർ അപകടത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ അധികൃതർ വിലയിരുത്തി വരികയാണ്. ഇരുരാജ്യങ്ങളിലും അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാനുള്ള തീവ്രശ്രമത്തിലാണ്. സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ജനങ്ങളുടെ സുരക്ഷയും ഈ തീപിടുത്തം എങ്ങനെ ബാധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ജനതനൊപ്പം തുടരും. ക്യൂബയുടെ ദേശീയ പവർ ഗ്രിഡ് പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് രാജ്യം കടുത്ത പ്രതിസന്ധിയിൽ. ദ്വീപിലുടനീളം തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളുടെ ഏറ്റവും പുതിയ സംഭവമാണിത്. ഞായറാഴ്ച വൈകിട്ടോടെ ഗ്രിഡ് സംവിധാനം പൂർണ്ണമായും നിലച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ രാജ്യം വീണ്ടും ഇരുട്ടിലായി. മാസങ്ങളായി തുടരുന്ന വൈദ്യുതി പ്രതിസന്ധി ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന അടിസ്ഥാന സൗകര്യങ്ങളും താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനത്തിന്റെ കടുത്ത ക്ഷാമവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഘട്ടം ഘട്ടമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രിഡിന്റെ ദൗർബല്യം അധികൃതർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശങ്കയായി തുടരുകയാണ്.
ഗ്രിഡ് അസ്ഥിരമായി തുടരുന്നതിനാൽ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും എപ്പോൾ സാധാരണ നിലയിലാകുമെന്ന് വ്യക്തമാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. തുടർച്ചയായുണ്ടാകുന്ന ഈ തകർച്ചകൾ ഊർജ്ജ മേഖലയിലെ അറ്റകുറ്റപ്പണികളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും പരിഹരിക്കാൻ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. നിലവിൽ അടിയന്തര നടപടികൾ തുടരുകയാണ്. ധർദ്ധൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കുപടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സമാധാന റാലിക്കിടെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖൈബർ പക്തൂൺഖോ പ്രവിശ്യയിലെ സ്വാത് താഴ്വരയിലുള്ള കബാൽ നഗരത്തിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് ആക്രമണം നടന്നത്. തീവ്രവാദ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കാനും മേഖലയിൽ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെടാനും ഒത്തുകൂടിയവർക്ക് നേരെയായിരുന്നു ആക്രമണം. പോലീസ് സ്റ്റേഷൻ സമീപം വെച്ചാണ് സ്ഫോടനം നടന്നതെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റേഷന്റെ കവാടത്തിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഉമർ എന്ന് തിരിച്ചറിഞ്ഞ അക്രമി സ്ഫോടകവസ്തുക്കൾ പൊട്ടിക്കുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി ഉമർ ഖാൻ അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ സ്ഥലത്തുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. വർഷങ്ങളായി തുടരുന്ന അസ്ഥിരതയ്ക്കും ഭീകരതയ്ക്കും അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ റാലിക്കിടെയാണ് ഈ ദാരുണ സംഭവം. രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ മരണസംഖ്യ ഉയർന്നതായി എമർജൻസി സർവീസ് വക്താവ് ബിലാൽ ഫൈസി സ്ഥിരീകരിച്ചു. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഫോറൻസിക് പരിശോധന നടത്തുന്നതിനായി അധികൃതർ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. മേഖലയിലെ ഭീകരവാദ ഭീഷണിയും ശക്തമായ സുരക്ഷയ്ക്കായി ജനങ്ങൾ നടത്തുന്ന നിരന്തരമായ പോരാട്ടവുമാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ധർദ്ധന് വേണ്ടി റിപ്പോർട്ട്. പാക് അധീന കശ്മീരിലെ റാവലക്കോട്ടിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് പല കുടുംബങ്ങളും. മേഖലയിൽ ബിബിസി നടത്തിയ പ്രത്യേക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നീതിക്കും സാമ്പത്തിക ആശ്വാസത്തിനുമായി തെരുവിലിറങ്ങിയ തങ്ങളുടെ ഏക മകൻ കൊല്ലപ്പെട്ടുവെന്ന് ഒരു രക്ഷിതാവ് ബിബിസിയോട് പറഞ്ഞു. ഈ സംഘർഷം സാധാരണക്കാരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. പ്രദേശത്ത് വ്യാപകമായ സിവിൽ നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സേന കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുതി നിരക്കിലെ വർധനയും ഭരണകൂടത്തിന്റെ വീഴ്ചകളും ചൂണ്ടിക്കാട്ടി തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇത് പ്രാദേശിക ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമാധാനം പാലിക്കാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ രോഷം അടങ്ങാത്തത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. റാവലക്കോട്ടിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ നിലവിലെ സംഘർഷാവസ്ഥയുടെ തീവ്രതയാണ് വെളിപ്പെടുത്തുന്നത്. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. ധർദ്ധന് വേണ്ടി റിപ്പോർട്ട്. ഗ്രീസിൽ കാട്ടുതീ അണയ്ക്കുന്നതിനിടെ 2 അഗ്നിശമന ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. മേഖലയിൽ പടർന്നുപിടിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം നടന്നതെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. മരിച്ചവരിൽ ഒരാൾ ഡെൻമാർക്ക് സ്വദേശിയും മറ്റൊരാൾ ഗ്രീക്ക് സ്വദേശിയുമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ബ്രിട്ടീഷ് പൈലറ്റും മറ്റൊരു ഗ്രീക്ക് ജീവനക്കാരനും ഉൾപ്പെടെ 2 പേർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവരെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഠിനമായ ചൂടും ദുർഘടമായ ഭൂപ്രകൃതിയും വകവയ്ക്കാതെ കാട്ടുതീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രക്ഷാപ്രവർത്തകർ നേരിടുന്ന അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അപകടകാരണം കണ്ടെത്താൻ ഗ്രീക്ക് സർക്കാർ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മാത്രമേ മരിച്ചവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി. കാട്ടുതീ അണയ്ക്കാനുള്ള ദൗത്യം ഇപ്പോഴും രാജ്യത്തിന്റെ പ്രധാന മുൻഗണനയായി തുടരുകയാണ്. അന്താരാഷ്ട്ര സഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കരയിലും ആകാശത്തും തുടരുന്നു. അപകടസ്ഥലത്തെ പരിശോധനകൾക്ക് ശേഷം അന്വേഷണത്തെക്കുറിച്ചും രക്ഷപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് ജർഹത്ത് റിപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ ആഗോള വാർത്തകളുടെ വസ്തുതാപരമായ വിശകലനത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ സംഭവിക്കുന്ന മുറയ്ക്ക് കൃത്യമായി നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ഉറപ്പുവരുത്തുന്നത്